Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. അക്രമകാരികളായ കാട്ടാനകളെ പന്തീരായിരം വനത്തിലേക്ക് കയറ്റിവിടും. ചാലിയാർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ എടവണ്ണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. ഡിഎഫ്ഒ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതും വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടി. കർഷകർക്ക് അവരുടെ കൃഷിയിടം സംരക്ഷിക്കാൻ അനുമതി നൽകണമെന്നും എങ്ങനെ വന്യമൃഗങ്ങളെ കാടുകയറ്റാമെന്ന് തങ്ങൾക്ക് അറിയാമെന്നും കർഷകരിൽ ചിലർ പറഞ്ഞു. ഹക്കീം, വലിയാട്ട് ബീരാൻകുട്ടി, കുന്നുമ്മൽ ഷൌക്കത്ത്, വിശ്വനാഥൻ പൂവാടി തുടങ്ങി നിരവധി കർഷകരാണ് വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ജനവാസ മേഖലയോട് ചേർന്ന് വനം വകുപ്പ് നിർമ്മിച്ച കുളം വേണമെങ്കിൽ മണ്ണിട്ട് മൂടാമെന്ന് കർഷക പ്രതിഷേധം കണക്കിലെടുത്ത് വനപാലകർ യോഗത്തിൽ ഉറപ്പു നൽകി. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിന് സമാനമായ തീരുമാനം എടുക്കണമെന്നും ചിലർ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിനും പ്രസിഡന്റിനുമെതിരെ ചിലർ ആക്ഷേപം ഉന്നയിച്ചു. ചെറിയ ചേരിതിരിവിനും കാരണമായി. യോഗം തീരുമാനപ്രകാരം 18-ന് ചൊവ്വാഴ്ച രാവിലെ ദൌത്യം ആരംഭിക്കും. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ, RRT, നാട്ടുകാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ദൌത്യത്തിൽ പങ്കുചേരും. പന്തീരായിരം വനമേഖലയിലേക്ക് അക്രമകാരികളായ ആനകളെ കയറ്റിവിടും. വനത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം നഗറുകളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭീഷണിയാകാത്ത വിധമായിരിക്കും ആനകളെ കാടുകയറ്റുക. 2023-ൽ കാട്ടാനകളെ കാടുകയറ്റിയിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ജനവാസ മേഖലകളിലേക്ക് തിരിച്ചെത്തിയ സാഹചര്യമുള്ളതിനാൽ ആനകളെ മയക്കുവെടിവെച്ച് പിടികൂടി ലോറിയിൽ കയറ്റി കൊണ്ടുപോകണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഒന്നിൽ കൂടുതൽ ആനകൾ ഉള്ളതിനാൽ മയക്കുവെടിവെക്കുക സാധ്യമല്ലെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഇതേ തുടർന്നാണ് കാടുകയറ്റുക എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിയത്. സോളാർ വൈദ്യുത വേലികൾ ഫലപ്രദമല്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. വനം വകുപ്പ് 10 പരിപാടികൾ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നടപ്പാക്കി വരുന്നതായി വനപാലകർ പറഞ്ഞു. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെ ജലലഭ്യത കൂടിയെന്നും ചാലിയാറിന്റെ തീരത്ത് ഇപ്പോൾ 6 ആനകൾ സ്ഥിരമായിട്ടുണ്ടെന്നും വനപാലകർ പറഞ്ഞു. വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തി തുടങ്ങിയതോടെ രാത്രിയിൽ വീട്ടുമുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെ പറഞ്ഞു. കൃഷി നശിപ്പിക്കുന്നതിന് നഷ്ടപരിഹാരമില്ലെന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഡിഎഫ്ഒ എത്താത്തതിൽ പ്രതിഷേധവുമായി കർഷകർ എഴുന്നേറ്റതോടെ നേരിയ വാക്കേറ്റങ്ങൾക്ക് കാരണമായി. യോഗം കഴിയും വരെ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ, വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ്, ബീന ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മൂസിൻ, പഞ്ചായത്ത് സെക്രട്ടറി അനീഷ്, വനപാലകർ, കർഷകർ, ക്ലബ്ബ് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.